ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2023-24 വർഷത്തെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് നേരെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി നമ്പർ 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള സ്റ്റോറി വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. റെഡിയാണോ? ആരണ്യ ഈസ് എ ബിഗ് ഫോറസ്റ്റ്. ആരണ്യ എന്ന് പറയുന്നത് ഒരു വലിയ കാടാണ്. ഓൾ അനിമൽസ് ലീവ്ഡ് ഹിയർ. എല്ലാ അനിമൽസും അവിടെയാണ് ജീവിക്കുന്നത്. പാപ്പു ദ എലിഫന്റ് ലീവ്ഡ് ഹിയർ വിത്ത് ഹിസ് പാരൻസ്. പാപ്പു എന്ന എലിഫന്റും അവന്റെ പാരൻസിന്റെ കൂടെ അവിടെയാണ് താമസിക്കുന്നത്. എവ്രി വൺ ലവ്ഡ് പാപ്പു. എല്ലാവർക്കും പാപ്പുവിനെ ഇഷ്ടമാണ്. വൺ സണ്ണി മോർണിംഗ്. ഒരു ദിവസം, നല്ല വെയിലുള്ള ഒരു ദിവസം രാവിലെ, ബാപ്പു വെൻ ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ബാപ്പു ഭക്ഷണം തേടിയിട്ട് നടന്നു. സഡൻലി, പെട്ടെന്ന് തന്നെ, ഹി സോ എ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ്. അവന് ഒരു ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സിനെ കണ്ടു, വേട്ടക്കാരെ കണ്ടു. ദേ വർ സെറ്റിംഗ് അപ്പ് ട്രാപ്സ് ടു ക്യാച്ച് എനിമൽസ്. അവരെന്താണ് അവിടെ ഇരുന്നിട്ട് മൃഗങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ട്രാപ്പൊക്കെ റെഡിയാക്കുകയാണ്. ഓ മൈ ഫ്രണ്ട്സ് ആർ ഇൻ ഡേഞ്ചർ, വാട്ട് ഷാൽ ഐ ഡു. എന്താണ് ബാപ്പു ചിന്തിച്ചു, എൻ്റെ ഫ്രണ്ട്സൊക്കെ വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലാണ്, ഞാൻ എന്ത് ചെയ്യുമെന്ന് ബാപ്പു ചിന്തിച്ചു. ഹി സൂ ട്രംബ്ലെഡ് ലൗഡി. അവന് വളരെ ഉറക്കെ തന്നെ അലറാൻ വേണ്ടി തുടങ്ങി. ഓൾ ദ എനിമൽസ് ഹേർഡ് ബാപ്പൂസ് ട്രംപ്റ്റ്. അങ്ങനെ ബാപ്പുവിന്റെ അലർച്ച എല്ലാ അനിമൽസും കേട്ടു. ദേ ന്യൂ ദ ഡേഞ്ചർ ആൻഡ് ഹൈഡ് ദംസെൽഫ്. അങ്ങനെ അവർക്ക് മനസ്സിലായി എന്തോ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലാണ്, എല്ലാവർക്കും ഒളിക്കണമെന്ന് മനസ്സിലായി. ബാപ്പു റാൻ ബാക്ക് ഹോം. അങ്ങനെ ബാപ്പു അവിടെ വീട്ടിലേക്ക് ഓടി. ഓൺ ഹിസ് വേ ബാക്ക്, അങ്ങനെ പോകുന്ന വഴിക്ക്, ഈ ആക്സിഡന്റലി ഫെൽ ഇൻ ടു എ ബിഗ് പെറ്റ്. എന്താണ് പിറ്റ്? അവന് ഒരു വലിയ കുഴിയിൽ പോകുന്ന വഴിക്ക് വീണു. ഓ നോ, ഐ ആം ട്രാപ്ഡ്. എന്താ പറയുന്നത്? ഞാൻ ട്രാപ്പിലായി എന്ന് അവൻ പറയാണ്. ഹു വിൽ സേവ് മീ? എന്നെ ആര് സേവ് ചെയ്യും? ആരെന്നെ രക്ഷിക്കും? ബാപ്പു ബിഗാൻ ടു ക്രൈ. അങ്ങനെ ബാപ്പു അതും പറഞ്ഞുകൊണ്ട് കരയാൻ വേണ്ടി തുടങ്ങി. ചിന്നു ദ സ്ക്വയറൽ ഹേർഡ് ദ ക്രൈ ഫ്രം ദ ട്രീ ടോപ്പ്. ഹെൽപ്പ് ഹെൽപ്പ്, പാപ്പു ഹാസ് ഫോളിങ് ഇൻ എ പിറ്റ്. അങ്ങനെ ഇതാര് കേട്ടു? സ്ക്വയറൽ, നമ്മുടെ അണ്ണാണ് ആ മരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് കേട്ടു. അങ്ങനെ പറഞ്ഞു, ബാപ്പു വീണു, നിങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു. ചിന്നു ക്രൈഡ് ലൗഡ്ലി. എങ്ങനെയാണ് ചിന്നു കരഞ്ഞത്? വളരെ സൗണ്ടിലായിരുന്നു. ഓൾ ആനിമൽസ് കെയിം ടു ഹെൽപ്പ് ബാപ്പു. അങ്ങനെ എല്ലാ മൃഗങ്ങളും വന്ന് ബാപ്പുവിനെ ഹെൽപ്പ് ചെയ്തു. ബാപ്പുസ് പാരൻസ് ഓൾസോ റീച്ച് ദർ. അങ്ങനെ ബാപ്പുവിന്റെ പാരൻസും അവിടെ എത്തി. ഓൾ ഓഫ് ദം ടുഗെദർ പുൾഡ് ബാപ്പു ഔട്ട്. എല്ലാവരും കൂടെ അവനെ പുള്ളി ചെയ്തിട്ട് പുറത്തെത്തിച്ചു. ബാപ്പു വേവ്ഡ് ഹിസ് ഇയേഴ്സ് ടു ഷോ ഹിസ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അങ്ങനെ ബാപ്പു അവന്റെ ചെവിയൊക്കെ ആട്ടിക്കൊണ്ട് അവന്റെ ആ ലവും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ മറ്റുള്ളവരെ അറിയിച്ചു. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമുക്ക് തന്നിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ബാപ്പു ലീവ്? എവിടെയാണ് ബാപ്പു ജീവിക്കുന്നത്? എവിടെയാണ്? നമുക്ക് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കൂ. അടിവര ഇട്ടിട്ടുണ്ട്, ആരണ്യ ഈസ് എ ബിഗ് ഫോറസ്റ്റ്. അപ്പൊ എവിടെയാണ്? ബാപ്പു ലീവ്ഡ് ഇൻ ആരണ്യ ഫോറസ്റ്റ്. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ബാപ്പു സീ ഓൺ ഹിസ് വേ ഇൻ സെർച്ച് ഓഫ് ഫുഡ്? എന്താണ് ബാപ്പു ഭക്ഷണം തേടിക്കൊണ്ട് പോകുമ്പോൾ എന്താണ് അവൻ കണ്ടത്? എ ബഞ്ച് ഓഫ് ബനാനാസ്, എ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ്, എ റിവർ ഫോളോയിങ്. എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ് ആണല്ലേ, ഒരു കൂട്ടം വേട്ടക്കാരെയാണ് അവൻ കണ്ടത്. അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ഹണ്ടേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തേർഡ് വൺ, വാട്ട് ഹാപ്പൻ ടു ബാപ്പു ഓൺ ഹിസ് വേ ബാക്ക് ഹോം? അവൻ ബാപ്പു വീട്ടിലേക്ക് പോകുമ്പോൾ എന്താണ് അവന് സംഭവിച്ചത്? കൂട്ടുകാർ ഇവിടെ നോക്കൂ. ഹി ആക്സിഡന്റലി ഫെൽ ഇൻ ടു എ ബിഗ് പിറ്റ് അല്ലേ, അതാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അവനൊരു കുഴിയിൽ വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതുക. ദെൻ ഫോർത്ത് വൺ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് എ ലൗഡ് സൗണ്ട് മെയ്ഡ് ബൈ ആൻ എലിഫന്റ്. എലിഫന്റ് ഉണ്ടാക്കുന്ന വലിയ സൗണ്ടിനെ പറയുന്ന വേർഡ് എന്താണ് പാസേജിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ അലർച്ച. നമ്മൾ ആന കരയുന്നതിന് അലറുക എന്നാണ് പറയുക. അതിനെന്താണ്? ട്രംപ്റ്റഡ്. ഓക്കെ, ട്രംപ്റ്റഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ട്രംപ്റ്റഡ് ലൗഡ്ലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആനയുടെ സൗണ്ടിന് നമ്മൾ ട്രംപ്റ്റഡ് എന്നാണ് പറയുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ബാപ്പു വാസ്. ഈ സ്റ്റോറിയുടെ അവസാനം ബാപ്പു ഏതായിരുന്നു? ഏത് ഇമോജി ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകിൽ പാസേജ് അല്ലെങ്കിൽ സ്റ്റോറി അല്ലെങ്കിൽ പോം ഇതൊക്കെ തരും. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനാണ് സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരാറുള്ളത്. ഇനി നമുക്ക് ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം.
ആക്ടിവിറ്റി നമ്പർ 2 ആണ്. ഹോപ്പ് യു റിമെമ്പർ അപ്പു ഇൻ ദ സ്റ്റോറി മേക്കിംഗ് എ മാംഗോ പിക്കിൾ. മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന സ്റ്റോറിയിലെ അപ്പുവിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? ദെൻ ഇറ്റ് വാസ് അപ്പൂസ് ബർത്ത്ഡേ. എന്താണ്? ഇന്ന് അപ്പുവിൻ്റെ ബർത്ത്ഡേ ആണ്. അമ്മ തോട്ട് ഓഫ് മേക്കിംഗ് സം ഫ്രൂട്ട് സലാഡ്. അങ്ങനെ അമ്മ വിചാരിച്ചു കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന്. ലെറ്റ്സ് ഹെൽപ്പ് ഹെർ പ്രിപ്പയർ ഇറ്റ്. എന്താണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ അമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതിൻ്റെ ആ പ്രോസസ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ടേക്ക് സം ഫ്രഷ് ഫ്രൂട്ട്സ് ലൈക്ക്. എന്താണ്? കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കുക. എന്തൊക്കെയാണ്? ആപ്പിൾ, ബനാന, സ്ട്രോബെറി, ഗ്രേപ്സ് ആൻഡ് ദെൻ കട്ട് ഇൻ ടു സ്മോൾ പീസസ്. അങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് അതിനെ 2 കഷ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. പ്ലേസ് ഓൾ ഫ്രൂട്ട്സ് ഇൻ ദ ബൗൾ. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ആഡ് സം ഹണി ഓർ ഐസ്ക്രീം മിക്സ് വെൽ. എന്നിട്ട് ഐസ്ക്രീമോ ഹണിയോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്രൂട്ട് സലാഡ് ഈസ് റെഡി ടു സെർവ്. അങ്ങനെ എന്താണ്? നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയായി. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാർ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത് എഴുതേണ്ടത്. ഇനി ഇതിലെ തേർഡ് ആക്ടിവിറ്റി റീ അറേഞ്ച് ദ ഇവൻറ്റ്സ് എന്നുള്ളതാണ്. താഴെ കുറച്ച് ഇവൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്യണം. സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി സിൻഡ്രല ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് ഓർഡർ. താഴെ എന്താണ്? സിൻഡ്രല എന്ന സ്റ്റോറിയിലെ കുറച്ച് ഇവൻറ്റ്സ് ആണ് ജംബിൾഡ് ഓർഡറിൽ തന്നിട്ടുള്ളത്. അറേഞ്ച് ദ സെന്റൻസസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇതൊന്ന് കറക്റ്റ് ഓർഡറിലാക്കി എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് ഫയറി ഗുഡ് മദർ മെയ്ഡ് എ റെഡ് കോച്ച് ഫോർ സിൻഡ്രല. സെക്കൻഡ് വൺ ദ ഫയറി ചേഞ്ച്ഡ് ദ ലിസാർഡ്സ് ഇൻ ടു ഫുട്മെൻ. Then third one, Cinderella's sister joined the ball. Then Cinderella reached the ball dressed in wonderful clothes. All mice were turned into 6 white horses. Then Fairy touched the Cinderella with her magic wand and the rags changed into beautiful clothes. ഇത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ശരിയായിട്ടൊന്ന് ഓർഡർ ആക്കിയിട്ട് എഴുതണം. എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം എഴുതേണ്ടത് സിൻഡ്രല സിസ്റ്റർ ജോയിൻഡ് ദ ബോൾ എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് ആദ്യത്തേത് വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ദ ഫെയറി ഗുഡ് മദർ മെയ്ഡ് എ റെഡ് കോച്ച് ഫോർ സിൻഡ്രല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വരുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ദ മൈക്ക് വേർ ടേൺ ഇൻ ടു 6 വൈറ്റ് ഹോഴ്സസ് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് വരുന്നത്. നാലാമതായിട്ട് ദ ഫയറി ചേഞ്ചർ ദ ലിസാർഡ് ഇൻ ടു ഫുഡ് മാൻ എന്നുള്ളത്. അതിനുശേഷം വരേണ്ടത് ദ ഫയറി ടച്ച്ഡ് സിൻഡ്രല വിത്ത് ഹെർ മാജിക് വാൻഡ് ആൻഡ് ദ റാക്സ് ചേഞ്ച്ഡ് ഇൻ ടു ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ്. ലാസ്റ്റ് വരുന്നത് സിൻഡ്രല റീച്ച് ദ ബോൾ ഡ്രസ്ഡ് ഇൻ എ വണ്ടർഫുൾ ക്ലോത്ത്സ് എന്നുള്ളതാണ് ലാസ്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ആണ്. ആ കറക്റ്റ് ഓർഡറിൽ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്നിട്ട് ആ ഇവൻറ്റ്സ് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ഇവിടെ പസിലാണ് തന്നിട്ടുള്ളത്. എക്രോസ് ആയിട്ടും ഡൗൺ ആയിട്ടും ഉണ്ട്. അപ്പോൾ ഈ പസിൽ എഴുതി കൊടുക്കുക. അപ്പോൾ പസിലിന്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, പ്ലേസ് നിയർ എ ഹൗസ് വേർ ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾ ആർ ഗ്രോൺ. എന്താണ്? നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഫ്ലവേഴ്സും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വളരുന്ന സ്ഥലത്തിന് പേര് പറയുന്നത് എന്താണ്? ഗാർഡൻ എന്നുള്ളതാണ്. ഓക്കെ, ഗാർഡൻ. തേർഡ് വൺ, ഗ്രൂപ്പ് ഓഫ് ട്രീസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ട്രീസിനെ പറയുന്നതാണ് ഗ്രോവ് എന്നുള്ളത്. ദെൻ ഫോർത്ത് വൺ, സംതിങ് ലാർജ് ഇൻ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റിയിൽ ലാർജ് ആകുമ്പോൾ നമ്മൾ അതിനെ പ്ലെൻറ്റി എന്നാണ് പറയാറ്. പ്ലെൻറ്റി. ഡൗൺ ആയിട്ട് കൊടുക്കേണ്ടത് ഇൻ്റലിജൻറ്റ്. ഇൻ്റലിജൻറ്റിൻ്റെ മറ്റൊരു വാക്കാണ് ക്ലെവർ എന്നുള്ളത്. ക്ലെവർ. ഓപ്പോസിറ്റ് ഓഫ് ഓൾഡ്. ഓൾഡിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് യങ് എന്നുള്ളതാണ്. യങ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഡൗണും എക്രോസും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, തോട്ട്സ് ആണ്. രാജ വാസ് മിസ്സിങ്. രാജ എന്താണ്? രാജ മിസ്സിങ് ആണ്. നമുക്ക് സ്റ്റോറി അറിയാം, രാജായുടെ സ്റ്റോറി അറിയാം. രാജ വാസ് മിസ്സിങ്. ഗ്രാൻഡ് ഫാദർ വാസ് അപ്സെറ്റ്. ഗ്രാൻഡ് ഫാദർ വളരെയധികം ദുഃഖത്തിലായിരുന്നു. ദ സെർവൻസ് കുഡ് നോട്ട് ഫൈൻഡ് രാജ. സെർവൻസിനൊന്നും രാജയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് ദ കോർട്ട്യാർഡ്. കോർട്ട്യാർഡിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങി. ഹി ബിക്കെയിം സൈലന്റ് ആൻഡ് സ്റ്റാർട്ടഡ് ടു പ്രേ. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം വളരെയധികം സൈലന്റ് ആയിരുന്നു. ഇങ്ങനെ ഗോഡിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എ ലോട്ട് ഓഫ് തോട്ട്സ് കെയിം ടു ഹിസ് മൈൻഡ്.
അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ. വാട്ട് വുഡ് ബി ദ തോട്ട്സ് ഓഫ് ഗ്രാൻഡ് ഫാദർ, ആ ഗ്രാൻഡ് ഫാദറിൻ്റെ തോട്ട്സ് എന്തൊക്കെയാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. റൈറ്റ് ഡൗൺ ദ തോട്ട്സ് ഓഫ് ഗ്രാൻഡ് ഫാദർ. എന്തെഴുതാം? ഓ മൈ ഗോഡ്, വാട്ട് ഹാപ്പൻ ടു മൈ സൺ, എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക്? വേർ ഡിഡ് ഹി ഗോൺ, എവിടേക്കാണ് അവൻ പോയത്? ഐ ഹോപ്പ് ഹി ഈസ് ഓക്കെ, എനിക്ക് തോന്നുന്നത് അവൻ ഓക്കെ ആണെന്നാണ്. വാട്ട് ഇഫ് സംതിങ് ടെറിബിൾ ഹാസ് ഹാപ്പൻ ടു ഹിം, എന്തെങ്കിലും അവനക്ക് ടെറിബിൾ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക? എ ലോട്ട് ഓഫ് ബാഡ് തോട്ട്സ് കെയിം ടു മൈ മൈൻഡ്, എൻ്റെ മനസ്സിലേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചീത്ത ഒരുപാട് ചിന്തകൾ വരുന്നത്? ഈസ് ഐ ഡു എനിത്തിങ് റോങ് ടുവേർഡ്സ് ഹിം, ഞാൻ അവന് എന്തെങ്കിലും ചീത്തയായിട്ട് ഞാൻ അവരുടെ അടുത്ത് പെരുമാറിയിരുന്നു. ഹോ ഗോഡ് സേവ് മൈ സൺ, എൻ്റെ കുട്ടിയെ രക്ഷിക്കൂ എന്ന് പറയാണ്. അപ്പം ഇത്തരത്തിലായിരിക്കും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ. ഇനി ലാസ്റ്റ് വൺ എഡിറ്റിംഗ് ആണ്. റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ദ അണ്ടർലൈൻ വേർഡ്. താഴെ തന്നിട്ടുള്ള പാസേജിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഒക്കെ എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദുർഗ ഹോൾഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ ഇൻ ഹിസ് ഹാൻഡ്. അവിടെ ഹോൾഡ് എന്നുള്ളത് എന്താണ്? ഹോൾഡ് അല്ല, ഹെൽഡ് ആണ് വരിക. ഓക്കെ, പാസ്റ്റ് ആണ്, അപ്പോൾ ഹെൽഡ് എന്ന് വരും. ദെൻ ഇൻ ഹിസ് ഹാൻഡ് അല്ല, ഹിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അല്ലെ, അവൻ്റെ എന്നുള്ളതാണ്. ഇത് അവളാണ്, അപ്പോൾ ഹെർ ഹാൻഡ് ആണ് വരിക. ഷീ ലവ്ഡ് ഇറ്റ് ടു ഷോ അപ്പു ഇറ്റ്സ് എ കണ്ടൻസ്. എന്താണ് അവിടെ? അപ്പു എന്നുള്ളത് ഒരു പേരാണ്, അപ്പോൾ അവിടെ എന്ത് വേണം? എ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. സ്ലൈസസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ ബിഫോർ ദ ഹാഡ് സീഡ് ഹാർഡൻഡ്. അവിടെ ടെൻഡർ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. TENDER ആണ്. ഓക്കെ, ഹാഡ് സീഡ് അല്ല, സീഡ് ഹാഡ് എന്നാണ് വരിക. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി ഇതേ സെയിം ഏകദേശം ഒരേ പാറ്റേൺ ആയിരിക്കും നിങ്ങൾക്ക് ഈ എക്സാമിനും വരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അതുപോലെ നമ്മൾ ഓരോ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുന്നത്തെ കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാർ അതൊക്കെ പോയി കാണാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.